ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. കിഷ്കിന്ധാകാന്ഡം. ഇങ്ങനെയൊക്കെയാണ് കഥാസ്വരൂപം. ഇനി അതിൻ്റെ താത്വിക സ്വരൂപത്തെ വീക്ഷിക്കാം. ശബരീ ദർശനം കൊണ്ട് പ്രാകൃത ഭക്തിയെയും പമ്പാ വർണ്ണനം കൊണ്ട് ചിത്തശുദ്ധിയെയുമാണ് ഉപന്യസിച്ചതെന്ന് ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കാലം കൊണ്ട് വിവേകമുണ്ടാവും. അതാണ് സുഗ്രീവ സഖ്യം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. വിവേകത്തെയും അവിവേകത്തെയുമാണ് ഇവിടെ സുഗ്രീവനും ബാലിയുമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരമ്മയിൽ രണ്ടച്ഛന്മാരുടെ മക്കളാണല്ലോ ബാലി സുഗ്രീവന്മാർ. മായയും അജ്ഞാനവും കൂടി ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടി ചേർന്നതാണ് വിവേകം. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ വിഷമമാണ്. മിക്കപ്പോഴും തമ്മിൽ മാറിക്കൊണ്ടിരിക്കും. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് തന്നെ വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്ന വിഷയത്തിൽ മിക്കപ്പോഴും പ്രമാദം പറ്റാം എന്നു വന്നാൽ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. ശ്രീരാമന് തന്നെ ബാലി സുഗ്രീവന്മാരെ തിരിച്ചറിയാൻ വിഷമമായെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും അതുതന്നെ. അടയാളം കൊണ്ടാണ് ശ്രീരാമൻ പിന്നീട് അവരെ തിരിച്ചറിഞ്ഞത്. അടയാളം കൊണ്ട് വേണം വിവേകാവിവേകങ്ങളെ തിരിച്ചറിയാൻ. വിഷയേച്ഛയുണ്ടാവും അവിവേകത്തിൽ, ഈശ്വരാർപ്പണ ബുദ്ധി വിവേകത്തിലും. ഈ അടയാളങ്ങളെ കൊണ്ട് വേണം അവയെ തിരിച്ചറിയാൻ. വിവേകം അവിവേകത്തോട് പലപാട് സംഘട്ടനം ചെയ്ത് ഒടുവിൽ ഈശ്വരാനുകൂല്യത്തിൽ കൂടെ അവിവേകത്തെ കേവലം നശിപ്പിച്ച് വിജയിയായി തീരാമെന്നുള്ള തത്വത്തെ ആണ് ബാലി സുഗ്രീവ യുദ്ധവും അതിൻ്റെ മധ്യത്തിൽ ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നതുമായ ചരിത്ര സ്വരൂപത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചിത്തശുദ്ധി വന്നാലും സത്യാഹിംസ ബ്രഹ്മചര്യാദി സാത്വിക ധർമാനുഷ്ഠാനങ്ങളെ കൊണ്ടാണ് ഒരാൾക്ക് വിവേകം ഉണ്ടാവുന്നത്. അതാണ് ശ്രീരാമനെയും സുഗ്രീവനെയും കൂട്ടി യോജിപ്പിക്കാൻ മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയെ അവതരിപ്പിച്ചതിൻ്റെ താല്പര്യം. നൈഷ്ഠിക ബ്രഹ്മചാര്യമുള്ള ഒരാൾ വളരെ വേഗത്തിൽ വിവേകത്തെ പ്രാപിക്കും. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിൽ എടുത്താണ് അതിശീഘ്രം സുഗ്രീവ സന്നിധിയിലെത്തിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യം സാധകനെ വിവേകത്തിനടുക്കലേക്ക് എടുത്തുകൊണ്ടു പോവുമെന്ന് കാണിക്കുകയാണ്. ബ്രഹ്മചര്യമില്ലെങ്കിൽ മറ്റെന്തെല്ലാം ധർമാനുഷ്ഠാനങ്ങൾ ഉണ്ടായാലും വിവേകപ്രാപ്തി വിഷമവുമാണ്. ഹനുമാൻ ഉണ്ടായിരുന്നെങ്കിൽ മറ്റെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കൂടി രാമ സുഗ്രീവ സഖ്യത്തിന് കാലതാമസം നേടുകയെങ്കിലും ചെയ്യുമായിരുന്നു. പ്രണവമാണ് താര. പ്രണവോപാസനം വിവേകത്തോടു കൂടിയായാൽ മുക്തിയും അവിവേകത്തോടു കൂടിയായാൽ നാശവുമാണ് ഫലം. അതാണ് വിവേകിക്ക് പ്രണവോപാസനം പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ബാലിയിൽ താര ശോഭിക്കില്ല. താര ഹേതുവായി ബാലിക്ക് നാശമാണ് വന്നു ചേർന്നത്. അതേ താര തന്നെ സുഗ്രീവനോട് ചേർന്നപ്പോൾ സുഗ്രീവൻ മുക്തനാവുകയാണ് ചെയ്യുന്നത്. പ്രണവോപാസനം വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ വിവേകത്തോടു കൂടിയാവണമെന്ന് മാത്രം. അല്ലെങ്കിൽ ശ്രേയസ്സില്ലെന്ന് മാത്രമല്ല, അധപ്പതനം സംഭവിക്കാൻ വിരോധവുമില്ല. ശരീരാഭിമാനത്തെയും അഹങ്കാരത്തെയും നിരസിച്ചുകൊണ്ടുള്ള പ്രണവോപാസനം വളരെ വേഗത്തിൽ സാധകനെ മുക്തിയിലേക്ക് ഉയർത്തുന്നു. ശരീരാഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടിയുള്ള പ്രണവോപാസന ആകട്ടെ അധപ്പതനത്തിലും എത്തിക്കുന്നു. വിവേകം കൊണ്ട് ശരീരാഭിമാനത്തെയും ശരീരധർമ്മങ്ങളിലുള്ള മമതയെയും അകറ്റി അവിവേകത്തെ നശിപ്പിച്ചാണ് പ്രണവോപാസനം ആരംഭിക്കേണ്ടതെന്നാണ് ബാലി വധത്തിന് മുമ്പുള്ള അസ്ഥികൂടത്തിൻ്റെ എറിയലും സാലഭഞ്ജനവുമാകുന്ന രണ്ട് ആഖ്യാനങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. കേവലം അസ്ഥികൂടം തന്നെ ഈ ശരീരം. ഇതിലുള്ള അഹന്ത മമതകൾ വിദൂരത്ത് അകറ്റപ്പെടേണ്ടവയാണ്. രസരക്ത മാംസമേധോസ്ഥി മജ്ജാശുക്ലങ്ങളാകുന്ന സപ്തധാതുക്കളുടെ വികാരങ്ങളെയും വിഷയങ്ങളെയും ഭുജിക്കുന്നതിലുള്ള ആസക്തിയെയും നശിപ്പിക്കേണ്ടതാണ്. രസാദി സപ്തധാതുക്കളെയാണ് 7 കരിമ്പനകളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് വിട്ടാൽ മറ്റൊന്നെന്ന തോതിൽ അവസാനമില്ലാത്തതാണ് അവയുടെ തൃഷ്ണയെന്ന് കാണിക്കാനാണ് വൃത്താകൃതത്വം ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ദുന്ദുഭിയുടെ അസ്ഥികൂടത്തെ നിഷ്പ്രയാസം വലിച്ച് ദൂരത്തെറിയുകയും സപ്തസാലങ്ങളെ ഒരു ശരം കൊണ്ട് മുറിച്ചിടുകയും ചെയ്തപ്പോഴാണല്ലോ
ശ്രീരാമൻ ബാലീവധത്തിന് പ്രാപ്തനാണെന്ന് ബോധ്യം വന്നത് ശരീരാഭിമാനത്തെ ദൂരത്തെറിയുകയും ധാതു വികാരങ്ങളെ നിശ്ശേഷം അകറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അവിവേകത്തെ ജയിക്കാൻ പ്രാപ്തനായി തീരുന്നത്. അവിവേകത്തെ നിശ്ശേഷം ജയിച്ച് പൂർണ്ണ വിവേകിയായി തീരുമ്പോൾ സാധകൻ സ്വതന്ത്രനും നിർഭയനുമായി തീരുന്നു. പ്രണവോപാസനം അതിന് തികച്ചും ഫലപ്രദവും സുഗമവുമാണ് താനും. ബാലിയെ കൊന്നപ്പോൾ സുഗ്രീവൻ സ്വതന്ത്രനും നിർഭയനുമായി. താര സുഗ്രീവനെ ആശ്രയിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ വിലമതിക്കാൻ കഴിയാത്ത അനേകം തത്വരത്നങ്ങളാണ് കിഷ്കിന്ധാകാണ്ഡത്തിലെ പൂർവാർദ്ധ കഥാഗോളത്തിൽ കൂടി പ്രവഹിക്കുന്നത്. അനർഘങ്ങളായ പ്രസ്തുത രത്നങ്ങളെ പെറുക്കിയെടുത്ത് കോർത്തിണക്കുന്നവർക്ക് വേദാന്തജ്ഞാനമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ അടിയിൽ മുങ്ങി ആറാടി രസിക്കുകയും ചെയ്യാം. ചാതുർമാസ്യ ദീക്ഷയും ഭരിച്ച് ഭഗവാൻ ഗുഹാന്തർഭാഗത്ത് ഏകാന്തമായ ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലക്ഷ്മണൻ ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിക്കാനും ഭഗവാൻ പറയാനും ഇടയായത്. ചിത്തശുദ്ധി വന്ന് ഭഗവാനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടാവാനും ഭക്തന്മാർക്ക് ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്കും ഏറ്റവും പറ്റിയതാണ് ക്രിയായോഗം. സർവഭൂതാന്തർഗതനും നാമരൂപാതീതനും ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ തന്നെ ഇഷ്ടദേവതാ സ്വരൂപേണ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കലാണ് ക്രിയായോഗത്തിൻ്റെ സ്വരൂപമായി ഇവിടെ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളാകുന്ന പഞ്ചോപചാരങ്ങൾ വഴിക്ക് തൻ്റെ അജ്ഞാനത്തെയും നിവേദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെയും ഈശ്വരനർപ്പിച്ച് സ്വയം ഈശ്വരമയനായി തീരുക എന്നതാണ് പൂജയുടെ തന്നെ അടിസ്ഥാന തത്വം. സങ്കല്പങ്ങളും കർമ്മങ്ങളും അനുഭവങ്ങളാകുന്ന രൂപത്തിലാണ് ഒരാൾ തൻ്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. അനുഭവങ്ങളാണ് സുഖ ദുഃഖാത്മകങ്ങളായിരിക്കുന്നത്. അനുഭവങ്ങൾ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളാണെന്ന കാരണത്താൽ അനുഭവങ്ങൾക്കാസ്പദം കർമ്മങ്ങൾ തന്നെ. കർമ്മങ്ങൾക്കാസ്പദം സങ്കല്പങ്ങളുമാണ്. സങ്കല്പങ്ങളാകട്ടെ നാമരൂപാത്മകങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. നാമരൂപങ്ങളെല്ലാം പഞ്ചഭൂതമയങ്ങളുമാണ്. ഈ സ്ഥിതിക്ക് ജീവന് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും കേവലം ഭൂതാത്മകങ്ങളാണെന്ന് വ്യക്തമാവുന്നു. ജീവൻ തൻ്റെ അജ്ഞാനത്തെ പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളുമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ജീവൻ്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായ ജഗത്ത്. ഈശ്വര ചൈതന്യം കൊണ്ടാണത് നിലനിൽക്കുന്നത്. ഈശ്വരനിലെ അത് ലയിക്കുകയും ചെയ്യും. അങ്ങനെ പഞ്ചഭൂതാത്മകമായ ജഗത്തായി നിലനിൽക്കുന്ന തൻ്റെ തന്നെ അജ്ഞാനത്തെ ഈശ്വരങ്കൽ അർപ്പിച്ച് ലയിപ്പിക്കുക എന്നുള്ളതാണ് പൂജ കൊണ്ട് സാധിക്കുന്നത്. താനടക്കം തൻ്റെ അജ്ഞാനത്തെ ഭഗവങ്കാൽ അർപ്പിക്കുന്നതിനാൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു. ജലം ജലഭൂതത്തിൻ്റെയും, ഗന്ധം അല്ലെങ്കിൽ ചന്ദനം ഭൂമിയുടെയും, പുഷ്പം ആകാശത്തിൻ്റെയും, ധൂപം വായുവിൻ്റെയും, ദീപം അഗ്നിയുടെയും പ്രതീകങ്ങളാണ്. ഇവ ഈശ്വരിങ്കൽ അർപ്പിക്കപ്പെടുമ്പോൾ അജ്ഞാനം നീങ്ങിയ ജീവത്വം മാത്രം ശേഷിക്കുന്നു. അതാണ് നിവേദ്യ സ്വരൂപേണയും അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ താനടക്കം തൻ്റെ അജ്ഞാനം മുഴുവൻ ഈശ്വരങ്കൽ അർപ്പിക്കപ്പെടുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർവികൽപ ഭാവത്തിൽ കൂടെ ഈശ്വരത്വം പ്രകാശിക്കാനിടയായി തീരുന്നു. ഈ തത്വമാണ് പൂജയിൽ കൂടെ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. പൂജകന് പൂജ കൊണ്ട് ചിത്തശുദ്ധിയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും ഉണ്ടാവുമ്പോൾ പ്രസ്തുത തത്വം ഗ്രഹിക്കാനും അനുഭവിക്കാനും ഇടയായി തീരുമെന്ന തത്വത്തെ ഉള്ളിലിരുത്തിക്കൊണ്ട് വിസ്തരിച്ച തോതിൽ താന്ത്രികമായ ക്രിയായോഗത്തെ ഭഗവാൻ ലക്ഷ്മണന് ഉപദേശിച്ചു. അങ്ങനെ തത്വവിചാരത്തോടും സൽക്കഥാലാപത്തോടും കൂടി അവർ ചാതുർമാസ്യകാലത്തെ ഒഴിവു സമയങ്ങളെ കഴിച്ചുകൂട്ടി. ചാതുർമാസ്യ ദീക്ഷാകാലം കഴിയുമ്പോഴേക്ക് സീതാന്വേഷണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളോടെ വരാമെന്നായിരുന്നു സുഗ്രീവന്റെ പ്രതിജ്ഞ. എങ്കിലും ചാതുർമാസ്യ ദീക്ഷാകാലം കഴിഞ്ഞിട്ടും സുഗ്രീവനെയോ മന്ത്രിമാരെയോ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒരു ദിവസം ക്രുദ്ധനായി ലക്ഷ്മണനോട് ഉടനെ തന്നെ കിഷ്കിന്ധയിൽ പോയി സുഗ്രീവനോട് വിവരം പറയുവാൻ കൽപ്പിച്ചു. അത് കേട്ടതോടെ ലക്ഷ്മണൻ ഭഗവാനേക്കാൾ ക്രോധഭാവത്തിൽ കിഷ്കിന്ധ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. വില്ലിൻ്റെ ചെറു ഞാണൊലി ശബ്ദത്തോടും സുഗ്രീവനെയും വാനരന്മാരെയും
ആക്ഷേപിച്ചുകൊണ്ടുള്ള ലക്ഷ്മണന്റെ വരവ് കണ്ടപ്പോൾ തന്നെ വാനരന്മാരൊക്കെ ഭയപ്പെട്ട് രാജധാനിയുടെ അകത്ത് ചെന്ന് സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു. സുഗ്രീവനും തൻ്റെ അവിവേകത്തിൽ ആകപ്പാടെ പരിഭ്രമിച്ചു. വേഗത്തിൽ ലക്ഷ്മണനെ സമാധാനിപ്പിക്കാനായി ഹനുമാനെ വിളിച്ച് പറഞ്ഞയച്ചു. ഹനുമാൻ വഴിയിൽ വെച്ച് ലക്ഷ്മണനെ സ്വീകരിച്ച് സാന്ത്വന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് രാജധാനിയുടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്തഃപുരത്തിൻ്റെ പുരോഭാഗത്ത് വെച്ച് താരയും ലക്ഷ്മണനെ സ്വീകരിച്ചു. സമാധാന വാക്കുകളെ പറഞ്ഞ് ശാന്തനാക്കി സുഗ്രീവ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുഗ്രീവൻ ലക്ഷ്മണനോട് വന്നുപോയ കാലതാമസമാകുന്ന പ്രമാദത്തിന് മാപ്പ് ചോദിച്ച് സമാധാനിപ്പിച്ചു. അപ്പോൾ തന്നെ തൻ്റെ പരിവാരങ്ങളോടും ലക്ഷ്മണനോടുകൂടി ഋഷ്യമൂകാചലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു.